നല്ല മൂവി, ഫാമിലി എന്റർടൈനർ. അഭിനയം നന്നായിട്ട്, വളരെ നന്നായിട്ട്, ഏറ്റവും ടോപ്പ് ക്ലൈമാക്സാ. ക്ലൈമാക്സ് ഏറ്റവും നന്നായിരുന്നു. പടം കൊള്ളാം, നല്ല ഫീൽ ഗുഡ് മൂവി. എങ്ങനെയുണ്ടായിരുന്നു? ഇന്ദ്രജിത്തിൻ്റെ ഒക്കെ എല്ലാ ക്യാരക്ടേഴ്സും നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നല്ല പെർഫോമൻസാണ്, നല്ല സീൻസും. പിന്നെ കുറേ ആയിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ കുറേ ടെൻഷൻ അടിപ്പിക്കുന്ന സിനിമകളൊക്കെ ആണല്ലോ, അപ്പോൾ അതിനൊരു വെറൈറ്റി ആയിട്ടൊരു ഫീൽ ഗുഡ് മൂവിയാണ്. നല്ല രസമായിട്ട് ഒരു വാവൊന്നുമല്ല, പക്ഷെ എന്നാലും വൺ ടൈം കാണാൻ പറ്റിയൊരു മൂവി തന്നെയാണ്. കോമഡി നല്ല കോമഡിയാണ്. എനിക്ക് ഇപ്പോൾ റീസെൻ്റായിട്ട് ദിലീപേട്ടൻ്റെ പടം കണ്ടല്ലോ, അതിനെക്കാട്ടിലും ഇഷ്ടപ്പെട്ടു കോമഡിയൊക്കെ. വിൻസിയുടെ അഭിനയം ഭയങ്കര രസമായിരുന്നു. പടം അഭിനയിച്ച ആളായിരുന്നു. നല്ല പടമായിരുന്നു. ഫീൽ ഗുഡ് മൂവിയാണ്. സോ ക്ഷമ നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ പടം ഭയങ്കര രസമുള്ള മൂവിയാണ്. ഭയങ്കര ഒരു ഫീൽ ഗുഡ്, നല്ല ഫ്ലോ. തീർച്ചയായിട്ടും ഭയങ്കര രസമായിട്ട്, ഭയങ്കര ഒരു ഹാപ്പി മൂഡിൽ, ഭയങ്കര കാമായിട്ട് സന്തോഷമായിട്ട് കണ്ട് അവസാനിപ്പിക്കാൻ പറ്റുന്ന മൂവിയാണ്. എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. എല്ലാവരും വിൻസി, ശ്രുതി എല്ലാവരും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ശ്രുതിയുടെ എല്ലാവരുടെയും നല്ല രസമായിട്ട്, പക്ഷെ വിൻസി കുറച്ച്. ഞങ്ങൾ മൂവാറ്റുപുഴക്കാർക്ക് അഭിമാനമാണ്. കാരണം അരുൺ ബോസ് ഞങ്ങളുടെ നാട്ടുകാരാണ്, മൂവാറ്റുപുഴക്കാരാണ്. ഫസ്റ്റ് ചെയ്ത ലൂക്ക എന്ന മൂവി, ടൊവിനോ തോമസിനെ വെച്ച് ചെയ്ത ലൂക്ക മൂവി വൻ ഹിറ്റായിരുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് മാരിവില്ലും ഗോപുരങ്ങൾ, ഇതും നല്ലൊരു സിനിമയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ദ്രജിത്തൊക്കെ നല്ല പെർഫോമൻസാണ് ചെയ്തിരിക്കുന്നത്. ഇന്ദ്രജിത്തിൻ്റെ അഭിനയം അറിയണല്ലോ, നായകനായും വില്ലനായും കോമഡിയനായിട്ടും തിളങ്ങിയ ആർട്ടിസ്റ്റാണ് ഇന്ദ്രജിത്ത്. അതുപോലെ തന്നെ ഗസ്റ്റായിട്ട് ആസിഫ് അലി എത്തുന്നുണ്ട്, സലീം കുമാറായിട്ടും എത്തുന്നുണ്ട്. ഒരു വ്യത്യസ്തമായ സിനിമ. പണ്ട് സ്കൂൾ തലങ്ങളിലൊക്കെ നടന്ന റാഗിങ് കാര്യങ്ങളൊക്കെ തുറന്നു കാണിക്കാൻ മടിക്കുന്നുണ്ട്. സ്കൂൾ തലങ്ങളിൽ കൊച്ചു കുട്ടികളുടെ നേരെ മുതിർന്ന കുട്ടികൾ കാണിക്കുന്നത്, ഇതെല്ലാം തുറന്നു കാണിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ സിനിമ അഭിനയമോഹമായിട്ട് നടക്കുന്ന ഒരുപാട് സംവിധായകരുണ്ട്. അവരുടെയൊക്കെ അവസ്ഥകളും എല്ലാം തുറന്നു കാണിക്കുന്ന നല്ലൊരു മൂവിയാണ് മാരിവില്ലും ഗോപുരങ്ങൾ. ഇതിന് ശേഷം എനിക്ക് ഫൈറ്റൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ നല്ല എളുപ്പമായി ഇതുവരോട്ടം ചെയ്തോണ്ട്. അടിപൊളിയായിരുന്നു. എനിക്ക് ഇന്ദ്രജിത് മാമനെ നല്ല ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. അപ്പോൾ ഇന്ദ്രജിത് മാമയുടെ ഒപ്പം ഒരു അഭിനയിക്കാൻ പറ്റിയായിരുന്നു വളരെ സന്തോഷം. ഞങ്ങൾക്ക് കുറേ കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ടൈപ്പ് കാസ്റ്റഡ് ആവാനും അല്ലെങ്കിൽ വെർസറ്റൈലായിട്ട് തന്നെ നിൽക്കണം എന്ന ആഗ്രഹമാണ്. അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണ്. അങ്ങനത്തെ അവസരങ്ങൾ വരട്ടെ. ചെയ്യാത്ത വെറൈറ്റി ക്യാരക്ടർ പ്രതീക്ഷിക്കാം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് കൊറോണ സമയത്താണ് ഞാൻ കുറച്ച് കുക്കിംഗ് പഠിച്ചത്. അപ്പോൾ ഇത് കുറച്ചുകൂടെ അതിൻ്റെ ടെക്നിക്കാലിറ്റീസും, പിന്നെ ഒരു ഷെഫാകുമ്പം അല്ലെങ്കിൽ നമ്മളൊരു ഹോട്ടലിൽ പോകുമ്പോൾ ഒരു ഷെഫ് എന്തിലൊക്കെ കൂടിയാണ് കടന്നു പോകുന്നത്. നമുക്ക് നല്ലൊരു ഫുഡ് ഉണ്ടാക്കി തരാൻ എന്നൊക്കെ പഠിക്കാൻ പറ്റി. അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്നാമത് ഈ സിനിമ ചെയ്യാനുള്ള കാരണം കൂടെ അതായിരുന്നു. അങ്ങനെ ഒരു എക്സൈറ്റിംഗ് ക്യാരക്ടർ ആയിരുന്നു.